മാത്രം പോരാ, ക്ഷുദ്രജീവിയായി കാട്ടുപന്നിയെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണം. ഇവിടെ എല്ലാ സംഗതി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇന്ത്യ രാജ്യത്ത് വനഭൂമി എന്ന് പറയുന്നത് ആകെ ഭൂമിയുടെ 4% വരും. കേരളത്തിൽ വനഭൂമി എന്ന് പറയുന്നത് ആകെ ഭൂമിയുടെ 29.1% എന്നാണ് പറയുന്നത്. വനഭൂമി 39,000 ചതുരശ്ര കിലോമീറ്റർ ഉള്ള കേരളം, അതിൽ 12,200 ചതുരശ്ര കിലോമീറ്റർ വനഭൂമിയാണ് എന്നാണ് പറയുന്നത്. ആണോ? അതാണ് വിഷയം. വനഭൂമിയാണെങ്കിൽ ഈ കാട്ടുമൃഗങ്ങൾ പുറത്തേക്ക് വരേണ്ട കാര്യമില്ല. അവിടെ ആ വനഭൂമി എന്ന് പറയുന്ന ആ പ്രദേശം കുറെ സ്വാഭാവിക വനമാണ്, ബാക്കി കൃത്രിമ വനമാണ്. കേരളത്തിൽ ഇത്രയും വനഭൂമി ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ പകുതിയോളം പ്രദേശം കൃത്രിമ വനങ്ങളാണ്. ഏറ്റവും കൂടുതൽ തേക്ക് പ്ലാന്റേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. തേക്ക് പ്ലാന്റേഷൻ അത് വനമാണെന്ന് പറയുന്നത്. അവിടെ കാട്ടുമൃഗങ്ങൾക്ക് എന്താ രക്ഷ? നാടുകൂടെ തേക്ക് അല്ലെങ്കിൽ യൂക്കാലിപ്റ്റസ് കാണുന്നില്ല, മാൻഷ്യം കാണുന്നില്ല, അക്കേഷ്യ കാണുന്നില്ല. ഇതൊക്കെ എന്തിനാണ്? ആർക്ക് വേണ്ടിയാ? അതുകൊണ്ട് എന്താ പ്രയോജനം? ആ പ്രദേശമെല്ലാം സ്വാഭാവിക വനങ്ങളായി മാറേണ്ടതായിട്ടുണ്ട്. മൃഗങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം, ആഹാരം തന്നെ. മൃഗങ്ങൾ മനുഷ്യരോട് ശത്രുക്കളല്ല കേട്ടോ. മനുഷ്യരുടെ ശത്രുക്കളല്ല മൃഗങ്ങൾ. നാട്ടിൽ മനസ്സിലാക്കി മൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങുന്നത് ആഹാരത്തിന് വേണ്ടിയാണ്. മൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങുന്നത് കുടിക്കാൻ വെള്ളത്തിന് വേണ്ടിയാണ്. അതിനെ ആക്രമിക്കും എന്ന ഭയത്തിലാണ് അത് നമ്മളെ ആക്രമിക്കുന്നത്. അതാണ് മൃഗങ്ങൾ മനുഷ്യരുടെ ശത്രുക്കൾ. അവർക്ക് ആവശ്യമുള്ള ആഹാരം, ഭക്ഷണം, അതേപോലെ തന്നെ വെള്ളവും വനത്തിനുള്ളിൽ നൽകാൻ സാധിച്ചാൽ തന്നെ 90% നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ കേരളത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവിക വനങ്ങൾ കുറയുന്നു, കൃത്രിമ വനങ്ങൾ കൂടുന്നു. അതോടൊപ്പം വംശനാശം വർദ്ധിക്കുന്നു. അതാ പറഞ്ഞത് വലിയ പ്രശ്നമാണ്. പത്മകുമാരോട് സൂചിപ്പിച്ചു, MLA സൂചിപ്പിച്ചു. വംശനാശം ലോകത്തെമ്പാടും ഈ പ്രശ്നമുണ്ട്. വംശനാശമല്ല വംശവർദ്ധനവ് നിയന്ത്രിക്കാൻ ലോകത്തെല്ലായിടത്തും നിയമങ്ങളുണ്ട്. ഇവിടെ മാത്രമില്ല. അത് വംശവർദ്ധനവ് നിയന്ത്രിക്കാൻ ഏത് മൃഗമാണെങ്കിൽ പോലും. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും കൂടുതൽ വനമുണ്ട്. ആ രാജ്യത്ത് അവിടുത്തെ ദേശീയ മൃഗം എന്ന് പറയുന്നത് കങ്കാരുവാണ്. കങ്കാരു ഈ കാട്ടുപന്നിയെ പോലെയാണ്, വെട്ടിപ്പെരുക്കുന്ന ജീവിയാണ് കങ്കാരു. ആ കങ്കാരുവിന്റെ വംശവർദ്ധനവിനെ തടയാൻ ഓരോ വർഷവും കള്ളി നടത്താറുണ്ട് സർക്കാർ. ഇവിടെയോ ചിന്തിക്കാൻ പറ്റും. അതിനേക്കാൾ എത്രയോ ഇരട്ടി ജനസംഖ്യയുടെ രാജ്യമാണ്. അപ്പോൾ വളരെ വളരെ ഗൗരവമുള്ള ഗുരുതരമായ ഒരു പ്രശ്നം. ഇതിന് പരിഹാരം കണ്ടേ മതിയാവൂ എന്നതാണ്. ഒരു കാര്യം കൂടി ഞങ്ങൾ പറയാം. ഈ പ്രശ്നങ്ങൾ കേരളത്തിൽ എങ്ങനെയാണ് ചില പാർട്ടികൾ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ ഒരു സംഭവം. ഇപ്പൊ മൂന്നാറിൽ കാട്ടാനെ ആക്രമിച്ചിട്ടുണ്ട്. രണ്ടുപേര് ഗുരുതരാവസ്ഥയിലാണ്. അതിന് ഉത്തരവാദി കേരളത്തിലെ സർക്കാരാണ്. അതാണ് അവിടുത്തെ UDF, അവിടുത്തെ MP, അതുപോലെ കേന്ദ്രം ഭരിക്കുന്ന BJP, അവരാണ് ഉത്തരവാദി. അവരെല്ലാം ആരെയാ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? കേരളത്തിലെ സർക്കാരാണ്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ എല്ലാ ദിവസവും ഉണ്ടല്ലോ കാട്ടുമൃഗം. വയനാട് എല്ലാ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ മരണം ഉണ്ടാകുമ്പോൾ ആ മൃതശരീരവുമായിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇവിടെ സർക്കാരിനെതിരെ സമരമാണ്. നമ്മൾ കണ്ടില്ലേ? ഇതൊക്കെ തുറന്നു കാണിക്കണ്ടേ? അതുകൊണ്ട് എന്താ പ്രയോജനം? ആർക്കാ പ്രയോജനം? ഇതൊക്കെ ഗൗരവമുള്ള പ്രശ്നമാണ്. സംസ്ഥാന സർക്കാരിന് പരിമിതികൾ
പക്ഷേ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര വിഷയം എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായ നടപടികൾ സ്വീകരിച്ചേ മതിയാവും. ഈ സമരം തുടർച്ചയായ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ജില്ലയിൽ മാത്രമാണ് ഫോറസ്റ്റ് ഓഫീസുകളുടെ മുമ്പിലേക്ക് പോകാത്തത്. ഇവിടെ പറഞ്ഞല്ലോ, ജാഥയെല്ലാം നടന്നു. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഫോറസ്റ്റ് ഓഫീസുകൾ തന്നെ ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് നടക്കുന്നത്. ഡൽഹിയിൽ പാർലമെന്റിലേക്കുള്ള മാർച്ചും നടക്കുന്നത്. അത്രയും ഗൗരവമുള്ള ഒരു പ്രശ്നമായ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നത്തിൽ മുദ്രാവാക്യങ്ങൾ കേന്ദ്ര വന്യജീവി നിയമം, കേന്ദ്ര നിയമം 1972 നിയമം അടിയന്തരമായി ഭേദഗതി ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ ആവശ്യം. അടിയന്തരമായിട്ട് അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ നടപടി ഉണ്ടാകണം എന്ന് വെച്ചുകൊണ്ടാണ് പാർലമെന്റ് മാർച്ച് കിസാൻ സഭ ഡൽഹിയിൽ നടത്തുന്നത്. നമ്മുടെ MP-മാരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്, അവരത് ഏറ്റെടുത്തിട്ടുണ്ട്. സ്വകാര്യ ചിന്ത തന്നെ കൊണ്ടുവരാൻ അവര് നടപടി എടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ രൂപത്തിൽ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്തേ ഇതിന് പരിഹാരമുണ്ടാകൂ എന്നതാണ് യാഥാർത്ഥ്യം. ഡൽഹിയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്ന് പോലും അവിടെ തെരഞ്ഞെടുപ്പാണ്. അവിടെ നിന്നും ചില പ്രതിനിധികൾ വരുന്നുണ്ട്, ഹിമാചൽ പ്രദേശിൽ നിന്ന് വരുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളം ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് 400-ലധികം കർഷക സംഘം നേതാക്കൾ പ്രവർത്തകർ നമ്മുടെ ജില്ലയിൽ ഇവിടെ നിന്നും പോയി 15-ലധികം സഖാക്കൾ പോയിട്ടുണ്ട്. 30-ലധികം പേർ പോയിട്ടുണ്ട്, 400-ലധികം പേർ പോയിട്ടുണ്ട്. ഡൽഹിയിൽ കിസാൻ സഭയുടെ നേതാക്കളോടൊപ്പം കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വത്സൻ പടോളിയും സംസ്ഥാന ഖജാൻജി സഖാവ് ഗോപി കോട്ടമുറിക്കലും സംസ്ഥാന നേതാക്കളും എല്ലാം ഡൽഹിയിലാണ്. അതാണ് ഇവിടെ വരാത്തത്. ആ രൂപത്തിൽ നടക്കുന്നതായി ഈ കേന്ദ്ര നിയമം, വന നിയമം ഭേദഗതി ചെയ്യുക. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഭേദഗതി ചെയ്തില്ലെങ്കിൽ പാർലമെന്റിൽ തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. രണ്ടാമത്തെ ആവശ്യം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. ഞാൻ പറഞ്ഞു, അത് ഭരണഘടനാപരമായ നമ്മുടെ അവകാശമാണ്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിന് നിലനിൽക്കുവാൻ അവകാശമില്ല. ജീവനും സ്വത്തിനും, അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ കൊല്ലപ്പെട്ടാൽ വധശിക്ഷ അതുപോലെ കൊല്ലപ്പെടുന്ന കർഷകന്റെ കുടുംബത്തിനെ പൂർണ്ണമായും സംരക്ഷിക്കേണ്ട ചുമതല സർക്കാരിനാണ്. മറ്റു സഹായിക്കുക, ആരോഗ്യത്തിലുള്ള നടപടികൾ ഉണ്ടാകണം. കൃഷിനാശമുണ്ടായാൽ, കൃഷിനാശം ഇവിടെ പറഞ്ഞില്ലേ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നു 50,000-ലധികം കർഷകരുടെ വിളകൾ നശിച്ചു. ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞു ഒപ്പം പറഞ്ഞതിന്റെ കണക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ 100-ലധികം പേരാ മരിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 1000-ഓളം പേരാ മരണപ്പെട്ടത്. 7,000-ഓളം പേർ ഗുരുതരമായ പരിക്ക് പറ്റി കിടക്കുകയാണ്. അവർക്ക് ഈ തുച്ഛമായ സഹായം പോരാ. അതുപോലെ തന്നെ കൃഷിനാശത്തിന് ആനുപാതികമായ നഷ്ടപരിഹാരം നൽകണം. വനവും ജനവാസ മേഖലയും വേർതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. വനവും ജനവാസ മേഖലയും വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാരിക്കേഡുകൾ. ഇവിടെ എന്താ രാജഭവനിലേക്ക് വന്നപ്പോൾ ബാരിക്കേഡ് വെച്ചു? എന്താ ഇവിടെ വന്യമൃഗങ്ങളുണ്ടോ? ഇവിടെ അറിയില്ല, ബാരിക്കേഡ് വെക്കണം. ജനവാസ മേഖലയും വനമേഖലയും തമ്മിലുള്ള അതിർത്തി ബാരിക്കേഡുകൾ പല രൂപത്തിലാണ്. ചിലപ്പോൾ മതിൽ കെട്ടേണ്ടി വരും, ട്രെഞ്ചടിക്കേണ്ടി വരും, അല്ലെ തൂക്കുമതിൽ കെട്ടേണ്ടി വരും, ഫെൻസിങ് വെക്കേണ്ടി വരും, പല രൂപത്തിൽ. അത് മുഴുവൻ നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതിനുവേണ്ടി 600 കോടിയുടെ ഒരു പ്രോജക്റ്റ് സംസ്ഥാന സർക്കാർ നൽകിയിട്ട് വർഷങ്ങളാണ് ഒരു നടപടിയും. ഇവിടെ വയനാട് ദുരന്തമുണ്ടായിട്ട് പ്രധാനമന്ത്രി വന്ന പ്ലെയിനിന്റെ കൂലി ചിലപ്പോൾ ചോദിക്കും കേട്ടോ, സൂക്ഷിക്കണം. പ്ലെയിനിലല്ലേ വന്നത്, കുറെ പട്ടാളക്കാരെ അയച്ചല്ലോ. പണ്ട് പ്രളയം വന്നപ്പോ
പട്ടാളക്കാരുടെയും ഇതിനെയൊക്കെ കാശ് ചോദിച്ചു. റേഷൻ കൊടുത്തതിന് കാശ് തിരിച്ചു പിടിച്ചവരാണ്. പ്രധാനമന്ത്രി വന്നിട്ട് പോലും ഒരു പൈസ അത് പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങളുണ്ടോ? ഇവിടെ ഒരു നിവേദനം കൊടുത്തതിന്റെ ചോട് പിടിച്ചുകൊണ്ടാണ് കോലാഹലം. നിവേദനത്തിൽ കൂടിപ്പോയെന്നാണ്. നിവേദനം കൊടുത്തിട്ടല്ല. നിവേദനത്തിൽ കൊടുത്ത കാര്യങ്ങൾ വല്ലതും ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ടോ? അതിന്റെ 10-1 ചെയ്തിട്ടുണ്ടോ? അതാണ്. അതുകൊണ്ട് നഷ്ടപരിഹാരം ഉണ്ടാകണം. അതിനുവേണ്ടി ജനവാസ മേഖലയെ വേർതിരിക്കുന്ന ഇതേപോലുള്ള ബാരിക്കേഡുകൾ സൃഷ്ടിക്കണം. അതിനുവേണ്ടിയുള്ള പ്രോജക്റ്റ് സംസ്ഥാന സർക്കാർ കൊടുത്ത പ്രോജക്റ്റ് അംഗീകരിക്കണം. പിന്നെ വന്യമൃഗങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാട്ടിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടായിട്ടല്ല, അതിൻ്റെ ജീവനാണ്. അതിൻ്റെ ജീവൻ. ആഹാരം വേണം, വെള്ളം വേണം. വെള്ളം പോലും കിട്ടാത്ത വനമെന്ന് പറഞ്ഞാൽ എന്ത് വനമാണ്? കുടിവെള്ളം കിട്ടാത്ത വനങ്ങൾ. 100 കണക്കിന് കിലോമീറ്റർ പോയാലും കുടിവെള്ളമില്ല. അതാണ് പ്രശ്നം. അവിടെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ പ്രക്ഷോഭം ഈ രൂപത്തിലല്ല ആളിക്കത്തും. നമ്മുടെ രാജ്യത്ത് കർഷകരുടെ പ്രക്ഷോഭം ആ രൂപത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കർഷക പ്രക്ഷോഭങ്ങൾക്ക് ഒരു വലിയ ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ട്. ആ രൂപത്തിൽ ഈ സമരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ നിർബന്ധിതരാകുമെന്ന കാര്യം ഒരു താക്കീതായിട്ട് കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമര പരിപാടിയിലേക്ക് കടന്നു വന്ന എല്ലാ സഖാക്കളെയും സുഹൃത്തുക്കളെയും കർഷക സംഘത്തിനും കിസാൻ സഭയ്ക്കും വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.